കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. മുസ്ലിം ലീഗ് പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷംജിദ മുസ്തഫ ഒളിവിലെന്നാണ് സൂചന. യുവതിയുടെ ഫോൺ കണ്ടെത്താനായി പോലീസ് നടപടി ആരംഭിച്ചു. മകന്റെ നിര്യാണത്തിൽ കുറ്റക്കാരിയായ ഷംജിദയെ പിടികൂടണമെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, കേസെടുത്തു, പക്ഷേ യുവതി ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കൃഷ്ണരാജ, ഷിംജിദക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതായത് 108 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. എന്നാൽ തന്നെയും ഇതുവരെയും ഷിംജിദയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകയാണ്, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് അംഗം ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ഇടപെടൽ ഇതിലുണ്ടോ എന്നുള്ള ഒരു സംശയം ആ കുടുംബത്തിനും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാർക്ക് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം പറയുന്നത്. നേരത്തെ നമ്മൾ ഈ കുടുംബത്തെ കണ്ടിരുന്നു. അതായത് ഇത്തരത്തിൽ കേസെടുത്തതിനെ തുടർന്ന് പിന്നീട് കുടുംബത്തെ കണ്ടിരുന്നു. അതിൽ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ളതാണ് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് അവളെ വെറുതെ വിട്ടുകൂടാ, ഷിംജിദയെ എത്രയും പെട്ടെന്ന് പിടികൂടണം, അവർക്ക് തക്കതായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പിതാവും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് BJP. കാരണം ഇത്തരത്തിൽ 108 വകുപ്പ് പ്രകാരം കേസെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഗുരുതരമായ ചില വകുപ്പുകൾ കൂടി എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള വകുപ്പാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പ് ചേർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിനുമേൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും BJP നേതാക്കളൊക്കെ ആരോപിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഷിംജിദയെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഷിംജിദയുടെ ഫോണിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോണ് കൃത്യമായി പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് IT സെല്ലിന്റെ സഹായമൊക്കെ തേടിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലായിരിക്കും ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോവുക. മാത്രമല്ല ഇനി ഷിംജിദയ്ക്ക് നോട്ടീസ് നൽകണം. ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. പക്ഷേ ലീഗ് പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായ യുവതി ഇപ്പോൾ ഒളിവിലാണ് എന്ന് മനസ്സിലാക്കുന്നു. കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് അവരെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുകയാണ് കുടുംബം. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.